Good morning. Our next topic is performance. The most important measure of performance of a computer is how quickly it can execute programs. The speed with which a computer executes program is affected by the design of its hardware and its machine language instructions. Because programs are usually written in a high-level language, performance is also affected by compiler that translate programs into machine language. For best performance, it is necessary to design the compiler, the machine instruction set, and the hardware in a coordinated way. Okay? ഇപ്പോൾ പെർഫോമൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്വിക്ക്ലി നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ എത്ര സ്പീഡായിട്ടാണ് അതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഡാറ്റാസ് സേവ് ചെയ്യുമ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്ര സ്പീഡിൽ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് എത്ര ക്വിക്ക്ലി അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത് ആണ് നമ്മൾ പെർഫോമൻസിൻ്റെ കേസിൽ അനലൈസ് ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ സ്പീഡിനെ നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ എത്രമാത്രം സ്പീഡിൽ പെർഫോം ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതായത് നമ്മളെ പ്രിൻ്റർ എത്ര സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിൻ്റെ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് എത്ര സമയം കൊണ്ട് അതിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പെർഫോമൻസിൻ്റെ കേസിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇൻസ്ട്രക്ഷൻസ്, മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് എത്ര സ്പീഡിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എപ്പോഴും മെഷീൻ ലാംഗ്വേജിലല്ല ഇൻസ്ട്രക്ഷൻസ് അല്ലേ. നമ്മൾ നമ്മുടെ നോർമൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഇൻസ്ട്രക്ഷൻസ് ആണ് കമ്പ്യൂട്ടറിന് പാസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് പാസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, ഈ നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ആരാ, കമ്പൈലറാണ്. അപ്പോൾ കമ്പൈലറിൻ്റെ സ്പീഡ് എത്രമാത്രം ഉണ്ടോ ആ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ ബെറ്റർ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നെസസറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് കമ്പൈലർ ഡിസൈൻ കറക്റ്റ് ആയിരിക്കണം, മെഷീൻ ഇൻസ്ട്രക്ഷൻ സെറ്റ് കറക്റ്റ് ആയിരിക്കണം, അതുപോലെ ഹാർഡ്വെയർ യൂസ് ചെയ്യുന്നതൊക്കെ ഒരു കോർഡിനേറ്റഡ് വേയിലായിരിക്കണം. ഓക്കെ. The processor time depends on the hardware involved in the execution of individual machine instructions. Hardware comprises of the processor and the memory, which are usually connected by a bus, which is shown in the figure. Look at this picture. Here, cache memory is a part of the processor and the bus is connected for main memory and this processor. Let us examine the flow of program instruction and data between memory and the processor. At the start of the instruction, all program instructions are required to be stored in the main memory. We are discussed earlier that for execution of a program, it should be stored in the main memory. Okay. As execution proceeds, instructions are fetched one by one over the bus into the processor for execution, and a copy is placed in the cache. When the execution of an instruction calls for data located in main memory, the data are fetched and a copy is placed in the cache. Later, if the same instruction or data item is needed a second time, it is read directly from the cache. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് മെയിൻ മെമ്മറി ഉണ്ട്, അതുപോലെ തന്നെ ക്യാഷ് മെമ്മറി പ്രൊസസ്സറിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്തതുപോലെയാണുള്ളത്. ദെൻ ബസ് വെച്ചിട്ടാണ് നമ്മളിതിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കണമെങ്കിൽ പ്രോഗ്രാം എപ്പോഴും മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ദെൻ വൺ ബൈ വൺ ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്തിട്ട് അതിനെ പ്രൊസസ്സറിലേക്ക് കൊണ്ടുവരും. പ്രൊസസ്സറിൽ അതിൻ്റെ എക്സിക്യൂഷൻ നടക്കും. അങ്ങനെയാണ് നടക്കുന്നത്. ബസ് ത്രൂ ആണ് ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാഷ് മെമ്മറി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ തവണ ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുമ്പോഴും ആ ഇൻസ്ട്രക്ഷൻ്റെ ഒരു കോപ്പി ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി ഇൻ കേസ് ഈ സെയിം ഇൻസ്ട്രക്ഷൻ തന്നെ വീണ്ടും ഒരു തവണയും കൂടി എക്സിക്യൂഷൻ നടക്കേണ്ട സമയത്ത് നമുക്ക് വീണ്ടും മെയിൻ മെമ്മറിയിൽ പോയിട്ട് ഫെച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫെച്ച് ചെയ്ത് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും.
സപ്പോസ് നമുക്ക് ലൂപ്പിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അറിയാം. ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു 10 ടൈംസോ 20 ടൈംസോ ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ മോർ ദാൻ 20 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മെയിൻ മെമ്മറി പോയിട്ട് ഫെച്ച് ചെയ്യണം, ദെൻ പ്രോസസ് ചെയ്യണം. അടുത്ത ലൂപ്പ് വരുമ്പോൾ അഗെയിൻ പോയി മെയിൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ടി വരും. സപ്പോസ് നമ്മൾ ഈ ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഓരോ ഇൻസ്ട്രക്ഷൻസിന് നമ്മൾ ക്യാഷ് മെമ്മറിയിലാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിലോ, ക്യാഷ് മെമ്മറി കമ്പാരിറ്റീവ്ലി ഹൈ സ്പീഡ് മെമ്മറിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊസസ്സറിന് എന്ത് ചെയ്യാം? ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഫെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എക്സിക്യൂഷൻ സ്പീഡ് കൂടും. മെയിൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാളും സ്പീഡ് കൂടുതലായിരിക്കും ക്യാഷിൽ നിന്ന് ഫെച്ച് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാണ് ക്യാഷ് മെമ്മറീനെ പ്രൊസസ്സറിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യുന്ന പോലത്തെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. The processor and a relatively small cache memory can be fabricated on a single integrated circuit chip. The internal speed of performing the basic step of instruction processing on such chip is very high and is considerably faster than speed at which instructions and data can be fetched from the main memory. A program will be executed faster if the movement of instructions and data between the main memory and the processor is minimized, which is achieved by using the cache on processor. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മെയിൻ മെമ്മറി ആക്സസ് ചെയ്യുന്നതിനേക്കാളും സ്പീഡായിട്ട് നമുക്ക് ക്യാഷ് മെമ്മറി പ്രൊസസ്സറിലാണെങ്കിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്പീഡ് കൂടുതലായിരിക്കും നമ്മളോട് പറഞ്ഞു. കോസ്റ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ മെയിൻ മെമ്മറിനേക്കാളും കോസ്റ്റ് കൂടുതലാണ് ക്യാഷ് മെമ്മറി കൺസിഡർ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെമ്മറി മാനേജ്മെൻറ്റ് പോസിബിൾ ആയിരിക്കും നമ്മൾ ക്യാഷ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഇത്രയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് processor clock. Processor circuits are controlled by a timing signal called clock. The clock defines regular time intervals called clock cycle. To execute a machine instruction, the processor divides the action to be performed into a sequence of basic steps, such as each step can be completed in one clock cycle. The length P of one clock cycle is an important parameter that affects processor performance. Its inverse is the clock rate R, which is equal to 1 by P, which is the measure in cycles per second. Processors used in today's personal computers and workstations have clock rates that ranges from a few hundred millions to over a billion cycles per second. In standard electrical engineering terminology, the term cycles per second is called hertz. Okay. ഇപ്പോൾ പ്രൊസസ്സർ സർക്യൂട്ട് കൺട്രോൾ ചെയ്യുന്നത് ടൈമിംഗ് സിഗ്നൽ വെച്ചിട്ടാണ്. ആ ടൈമിംഗ് സിഗ്നലിന് പറയുന്ന പേരാണ് ക്ലോക്ക് എന്ന്. ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഗുലർ ടൈം ഇൻ്റർവെല്ലാണ്. അപ്പോൾ അതിനെ പറയുന്നതാണ് ക്ലോക്ക് സൈക്കിൾ എന്ന്. ഒരു റെഗുലർ ടൈം ഇൻ്റർവെല്ലിനെ പറയുന്നതാണ് ക്ലോക്ക് സൈക്കിൾ എന്ന്. അതുപോലെ തന്നെ ഒരു മെഷീൻ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊസസ്സർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് ചെയ്യേണ്ട ആക്ഷനെ എന്ത് ചെയ്യും? പ്രൊസസ്സർ ഡിവൈഡ് ചെയ്യും. ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഡിഫറെൻറ്റ് സ്റ്റെപ്സിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വൺ ക്ലോക്ക് സൈക്കിളിൽ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള രീതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദ ലെങ്ത് പി, നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്ത ലെങ്ത് പി എന്ന് പറയുന്നത് ഓഫ് വൺ ക്ലോക്ക് സൈക്കിൾ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ. അതിൻ്റെ പ്രൊസസ്സറിൻ്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, പി എന്ന് പറയുന്ന ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻവേഴ്സ് ആർ എന്ന് പറയുന്നത് എന്താ? ക്ലോക്ക് റേറ്റ് ആർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1 by P ആണ്. അതാണ് നമ്മളെ സൈക്കിൾസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് മെഷർ ചെയ്യുന്നത് ഈ ആർ റിവേഴ്സ് ആർ വെച്ചിട്ടാണ്. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ആർ ഈക്വൽ ടു 1 by P എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് സൈക്കിൾസ് പെർ സെക്കൻഡിൻ്റെ മെഷർ എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്. നെക്സ്റ്റ് പറയുന്നതാണ് ബേസിക് പെർഫോമൻസ് ഇക്വേഷൻ. അതിൻ്റെ അകത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് ടി ഈക്വൽ ടു എൻ ഇൻറ്റു എസ് ബൈ ആർ. ഇതാണ് ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് ഓരോ ടേമും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ടി എന്ന് പറയുന്നത് പ്രൊസസ്സർ ടൈം റിക്വയർഡ് ടു എക്സിക്യൂട്ട് എ പ്രോഗ്രാം ദാറ്റ് ഹാസ് ബീൻ പ്രിപ്പയർഡ് ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ്. അതുപോലെ തന്നെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആക്ച്വൽ മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ നീഡഡ് ടു കംപ്ലീറ്റ് ദ എക്സിക്യൂഷൻ.
എസ് എന്ന് പറയുന്നത് ആവറേജ് നമ്പർ ഓഫ് ബേസിക് സ്റ്റെപ്സ് നീഡഡ് ടു എക്സിക്യൂട്ട് വൺ മെഷീൻ ഇൻസ്ട്രക്ഷൻ. ഈച്ച് സ്റ്റെപ്സ് കംപ്ലീറ്റ്സ് ഇൻ വൺ ക്ലോക്ക് സൈക്കിൾ, നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ ആർ എന്ന് പറയുന്നത് ക്ലോക്ക് റേറ്റ്, നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഡിഫൈൻ ചെയ്തു. ടി എന്ന് പറയുന്നത് പ്രൊസസ്സർ ടൈം ടു റിക്വയർ ടു എക്സിക്യൂട്ട് പ്രോഗ്രാം ദാറ്റ് ഹാസ് ബീൻ പ്രിപ്പയർഡ് ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ റിട്ടേൺ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം, അതാണ് ടി എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം എന്ത് ചെയ്യണം. The compiler has to generate a machine language object program that correspond to the source program. കമ്പൈലർ എന്ത് ചെയ്യണം, ഈ ഹൈ ലെവൽ ലാംഗ്വേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം ജനറേറ്റ് ചെയ്യണം. അസ്യൂം ദാറ്റ് കംപ്ലീറ്റ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം റിക്വയേഴ്സ് ദ എക്സിക്യൂഷൻ ഓഫ് n മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആക്ച്വൽ മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് നീഡഡ് ടു കംപ്ലീറ്റ് ദ എക്സിക്യൂഷൻ. അതായത് നമ്മളിപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ, അതാണ് n എന്ന് പറയുന്നത്. ഓക്കെ, ദ നമ്പർ n ഈസ് ദ ആക്ച്വൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻസ് and is not necessarily equal to the number of machine instructions in the object program. അതായത് ഒബ്ജക്റ്റ് പ്രോഗ്രാമിൽ ചിലപ്പോൾ ഒരു 100 ഇൻസ്ട്രക്ഷൻസേ ഉണ്ടാവുള്ളൂ. ബട്ട് മേ ബി 100 ഇൻസ്ട്രക്ഷൻസിൻ്റെ അകത്ത് ഒരു 15 ഇൻസ്ട്രക്ഷൻസ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നതെങ്കിൽ, ലൂപ്പ് സപ്പോസ് ഒരു 50 ടൈംസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ലൂപ്പാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ 50 ഇൻസ്ട്രക്ഷൻസ് 50 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്പർ ഓഫ് മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ കോഡിനേക്കാളും കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യാനുണ്ടായിരിക്കും, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പം ടി ഈക്വൽ ടു എൻ ടു എസ് ബൈ ആർ ആണ്. അപ്പം നമുക്ക് എന്താ വേണ്ടത്, പ്രൊസസ്സറിൻ്റെ എക്സിക്യൂഷൻ ടൈം കുറക്കുക വേണ്ടത്. അപ്പോൾ നമ്മൾ ടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ടീൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് എൻ ഇൻറ്റു എസിനെയാണ്. അപ്പോൾ നമ്മൾ എന്നിൻ്റെയും എസിൻ്റെയും വാല്യൂസ് ഡിക്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ടീൻ്റെ വാല്യൂവിനെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണം. അതായത് ക്ലോക്ക് റേറ്റ് ഇൻക്രീസ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ടീൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് എക്സിക്യൂഷൻ ടൈം ഏറ്റവും കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ സിസ്റ്റം ഹൈ പെർഫോമൻസ് ഉള്ള സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്പർ ഓഫ് ആക്ച്വൽ മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് അത് കുറക്കുക, അല്ലെങ്കിൽ ആവറേജ് നമ്പർ ഓഫ് ബേസിക് സ്റ്റെപ്പ് നീഡഡ് ടു എക്സിക്യൂട്ട് എ മെഷീൻ ഇൻസ്ട്രക്ഷൻ അത് കുറക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോക്ക് റേറ്റ് 6 കൂട്ടാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് പൈപ്പ് ലൈൻ ആൻഡ് സൂപ്പർ സ്കെയിലർ ഓപ്പറേഷൻ. ഇതൊക്കെ പെർഫോമൻസിൻ്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ്. ഇൻ ദ ഡിസ്കഷൻ അബോ we assume that instructions are executed one after another. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അടുത്ത ഇൻസ്ട്രക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പെർഫോമൻസ് അനാലിസിസ് ഇത്രയും സമയം ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഇൻസ്ട്രക്ഷൻസ് ആർ നോട്ട് നെസസറിലി എക്സിക്യൂട്ടഡ് വൺ ആഫ്റ്റർ അനദർ. The value of s doesn't have to be the number of clock cycles to execute one instruction. പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഓവർലാപ്ഡ് എക്സിക്യൂഷനാണ്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി ചെയ്യും, അതാണ് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ. സപ്പോസ് നമ്മൾ ഒരു റീഡ് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കൊരു റൈറ്റ് ഓപ്പറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ റീഡ് ഓപ്പറേഷൻ്റെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നമുക്ക് ഓവർലാപ്പ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ 3 ഓപ്പറൻസ് നമുക്ക് റീഡ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓപ്പറൻറ്റ് മെമ്മറി റീഡ് ആണെങ്കിൽ നമുക്ക് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യാം, രജിസ്റ്റർ റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് ഇൻസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഓരോ ക്ലോക്ക് സൈക്കിൾ ഓരോന്ന് വെച്ച് കൊടുക്കണം. ബട്ട് നിങ്ങളുടെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലോക്ക് സൈക്കിളിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ, കൂടുതൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരു പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഇനി വേറെയും ടെക്നിക്സ് ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ.